ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി സാറാണ്, ജിതിൻ സാറാണ്. അപ്പോൾ മക്കളെ, നമ്മുടെ USS എക്സാം നമുക്ക് ആ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ നമുക്ക് മുൻപിലേക്കുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും ചില ഉത്തരങ്ങളും കൂടിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മക്കളെ, ഇത് നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം, കാരണം ഉറപ്പാണ് വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത്. ആദ്യമായി നിങ്ങൾ നോക്കുന്നത് USSനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, മക്കളെ ചോദ്യം ഇതാണ്: വാസ്കോഡ ഗാമ ഇതേപോലെ തന്നെ കോഴിക്കോടിന് സമീപം കാപ്പാട് എത്തിച്ചേർന്ന വർഷമാണ് ചോദിച്ചത് കേട്ടോ. വാസ്കോഡ ഗാമ ഏത് ഇയറിലാണ് കോഴിക്കോടിന് സമീപം കാപ്പാട് എത്തിച്ചേർന്നത്? മക്കളെ, നിങ്ങൾക്ക് ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. 1600 ഉണ്ട്, 1741 ഉണ്ട്, ഇതുപോലെ തന്നെ 1664 ഉണ്ട്, 1498 ഉണ്ട്, അതേപോലെ തന്നെ 1498. മക്കളെ, ഇതിനകത്ത് ഏതാണ് ഉത്തരം? എല്ലാവർക്കും അറിയുന്നതാണ് ഉത്തരം. ഇതൊക്കെ ചെറുപ്പത്തിൽ മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. 1498 തന്നെയാണ് വാസ്കോഡ ഗാമ എത്തിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, വാസ്കോ ഗാമയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. വാസ്കോ ഗാമയൊക്കെ ഇങ്ങനെയൊക്കെയാണ് പായ്ക്കപ്പലിലൊക്കെയാണ് എത്തിയെന്നൊക്കെ മക്കൾക്ക് അറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ മക്കൾ ശ്രദ്ധിക്കാം. ഇതേപോലെ തന്നെ ഈ വാസ്കോ ഗാമ ഇതേപോലെ തന്നെ 1698 എത്തിക്കഴിഞ്ഞെങ്കിൽ ഇന്ത്യക്കകത്തേക്ക് വന്നിട്ടുള്ള മറ്റുള്ള യൂറോപ്യൻകാരെ നോക്കാം. ഇതുപോലെ 1605 ഡച്ച് വന്നിട്ടുണ്ട്, ബ്രിട്ടീഷ് 1612 വന്നിട്ടുണ്ട്, അതുപോലെ ഫ്രഞ്ചുകാർ എന്ത് ചെയ്തു, ഇതുപോലെ 1667 വന്നിട്ടുണ്ട്. മക്കളെ, ആദ്യം വന്നത് ഇതുപോലെ പോർച്ചുഗീസ് ആണ്, രണ്ടാമത് ഡച്ച് വന്നിട്ടുണ്ട്, മൂന്നാമത് ബ്രിട്ടീഷ് വന്നിട്ടുണ്ട്, നാലാമത് ആരാണ് വന്നത്? ഫ്രഞ്ച് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഓർഡറിൽ നമുക്ക് ഒരു കോഡിലൂടെ പഠിച്ചാലോ? കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുന്ന സമയത്ത് അതുമായി കണക്ട് ചെയ്തിട്ടുള്ള സാധനം കൂടി എന്ത് ചെയ്യാം, പറയാം. അത് പഠിക്കണമെങ്കിൽ ഒരൊറ്റ കോഡ് പഠിച്ചാൽ മതി. ആ കോഡ് ഇതാണ് മക്കളെ. ഈ കോഡ് അങ്ങ് പഠിച്ചാൽ മതി. കോഡ് ഒന്ന് ജസ്റ്റ് നോക്കൂ, എന്താണ് അല്ലേ? POD അല്ലെങ്കിൽ പോഡ ബീഫെ എന്ന് പഠിച്ചാൽ മതി. പോഡ ബീഫെ. അപ്പോൾ PO എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ്, D എന്ന് പറഞ്ഞാൽ ഡച്ച്, B ബ്രിട്ടീഷ്, F ആണ് ഫ്രഞ്ച് കേട്ടോ. പോഡ ബീഫെ എന്നുള്ള ഒരൊറ്റ കോഡിലൂടെ ഈ വന്നിട്ടുള്ള ആളുകളൊക്കെ ഓർഡർ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാൻ പറ്റൂലേ. ഓക്കെ, റെഡി. ഇനി അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, ഇതിപ്പോൾ ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാരാണെങ്കിൽ ഇനി ഇന്ത്യ വിട്ടുപോയ ആൾക്കാരെ നോക്കാം. നിങ്ങൾക്കറിയാം 1947 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി. എന്നാൽ ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം ഇന്ത്യയിൽ തുടരുന്ന കുറച്ച് യൂറോപ്യൻകാരുണ്ടായിരുന്നു. അതിനൊന്നാമതാണ് ആര്? ഫ്രാൻസുകാർ. മക്കൾ ശ്രദ്ധിക്കണം, 1954 ഇവർ പോയത്. 1954 അവർ പോയത് കേട്ടോ. ഫ്രാൻസുകാർ പോയത് ഏതാണ്? 1954. ഇനി ഫ്രാൻസുകാർ അന്ന് കൈയടക്കി വെച്ചിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനോ കേട്ടോ. പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി. നിങ്ങൾക്ക് അറിയാലോ, മാഹി നമ്മുടെ കോഴിക്കോട് ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും ബോർഡറിലായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്, ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. പോണ്ടിച്ചേരി എന്ന് പറഞ്ഞ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായുള്ള സ്ഥലമാണ് മാഹി. കേട്ടിട്ടുണ്ടാവും. അതേപോലെ ഈ ഫ്രഞ്ചുകാർ പോയതിന് ശേഷം 1961 ആര് പോയത്? പോർച്ചുഗീസ് പോയത് 1961 കേട്ടോ. 1961 ആര് പോയത്? പോർച്ചുഗീസ് പോയത്. ഇത് ഓർമ്മയുണ്ടാവുക. അപ്പം മക്കൾ ശ്രദ്ധിക്കുക, പോർച്ചുഗീസുകാരുടെ ഒരു പ്രത്യേകത, ആദ്യം വന്ന ആൾക്കാരും പോർച്ചുഗീസുകാരാണ് അല്ലേ. ഇന്ത്യയിലേക്ക് ആദ്യം വന്നിട്ടുള്ള ആൾക്കാർ ഇതുപോലെ തന്നെ ആരാണ്? പോർച്ചുഗീസാണ്. എന്നാൽ ഫസ്റ്റ് വന്നവരും പോർച്ചുഗീസാണ്. എന്നാൽ അവസാനം ഇന്ത്യ വിട്ട് പോയ ആൾക്കാർ ആരെന്ന് ചോദിച്ചാലും അവരും തന്നെയാണ് പോർച്ചുഗീസാന്ന് കാണാൻ പറ്റും കേട്ടോ. പോർച്ചുഗീസാണ്. മക്കൾ നോക്കി, ഏതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. നിങ്ങൾ നോക്ക്, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയത് 1947 അപ്പോൾ ഈ 47 മക്കൾ ശ്രദ്ധിക്കുക, 47 എല്ലാവരുടെ മനസ്സിലേക്ക് വരില്ലേ? 47 എല്ലാവരുടെ മനസ്സിലേക്കും വരും. 7 എല്ലാവരുടെ മനസ്സിലേക്ക് വരില്ലേ? 7 എല്ലാവരുടെ മനസ്സിലേക്ക് വരും. മക്കളെ, ഒരു 7 എന്നുള്ളൊരു സാധനങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ സുഖമായിട്ട് കിട്ടും. അതായത് 47 ഒരു 7 കൂട്ടിക്കഴിഞ്ഞാൽ 54 കിട്ടില്ലേ? കറക്റ്റായിട്ട് കിട്ടും അല്ലേ? 7 കിട്ടും. ഇനി 54 നിങ്ങളൊരു വീണ്ടും ഒരു 7 കൂട്ടണം മക്കളെ. 54 ഒരു 7 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 61 കിട്ടും. നിങ്ങൾ കണ്ടോ, 61. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 47 എന്ന് പറഞ്ഞൊരു വർഷം കിട്ടിക്കഴിഞ്ഞാൽ, അതിൽ 7 എന്നുള്ളൊരു വർഷം കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 3 മാർക്ക് കിട്ടും. ഇനി നിങ്ങൾ നോക്കിയാൽ മതി, ഫസ്റ്റ് വന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ബ്രിട്ടീഷുകാർക്ക് ശേഷം ആദ്യം പോയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർക്ക് ശേഷം ഫസ്റ്റ് പോയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാരാണ്? ഫ്രഞ്ചാണ് അല്ലേ. അവർക്ക് പുറകെ പോയ ആളാണ് ആര്? ഈ പറഞ്ഞ പോർച്ചുഗീസ്. ഞാൻ ഇത് എഴുതിയിൽ തന്നെ ഉണ്ട്, ഇതാ നോക്കിയോ കേട്ടോ. ഫസ്റ്റ് പോയത് ബ്രിട്ടീഷുകാർക്ക് ശേഷം ഫസ്റ്റ് പോയത് ഇതാ അത് നോക്കിയോളൂ. ഫസ്റ്റ് എഫ് നോക്കിയോളി, അതാരാണ്? ഈ പറഞ്ഞ ഫ്രഞ്ചാണ്. എഫ് അല്ലെങ്കിൽ ഈ ഒരു എഫ് നിങ്ങൾ കിട്ടൂലേ? ആര്? ഫ്രഞ്ച് എന്നുള്ളത് നിങ്ങൾ കിട്ടൂലേ? എഫ് എന്നുള്ളതിൽ തന്നെ എന്ത് ചെയ്യും? ഫ്രഞ്ച് കിട്ടും. ഇനി പുറകെ പോയത് PO, പുറകെ പോയ ആളല്ലേ? പുറകെ പോയതാണ് ആര്? പോർച്ചുഗീസ്. കിട്ടൂലേ? അപ്പൊ അങ്ങനെയും കിട്ടും കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യാം? നമുക്ക് അത് പഠിക്കാൻ പറ്റും. ഇതൊന്നും ബൈഹാർഡ് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ മക്കൾ ആലോചിച്ച് വെച്ചൂടാ, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? പഠിക്കാം കേട്ടോ. ഓക്കെ, റെഡി, സെറ്റ് അല്ലേ? സെറ്റ്. അങ്ങനെയാണെങ്കിൽ മക്കൾ ഇനി അടുത്ത് നോക്കണം. അടുത്ത പ്രധാനമായിട്ട് നോക്കാം. ഈ പറഞ്ഞ ലോകത്തിന് ഏറ്റവും പ്രധാനമായിട്ട് ഒരു മാറ്റിമറിക്കപ്പെട്ടിട്ടുള്ള ലോകത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇത്, നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവം. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം, ലോകത്തിൽ ആദ്യമായി വ്യാവസായ വിപ്ലവം ആരംഭിച്ച രാജ്യം ഏത് രാജ്യത്താണ് വ്യാവസായ വിപ്ലവം ആരംഭിച്ചത്? ആ രാജ്യത്തിനെയാണ് നമ്മൾ നോക്കേണ്ടത്. ലോകത്തെ ഏത് രാജ്യത്താണ് വ്യാവസായ വിപ്ലവം ആരംഭിച്ചത്? ഓപ്ഷൻ A ഇന്ത്യയാണോ,
ഇംഗ്ലണ്ടാണോ, ജർമ്മനിയാണോ, ഫ്രാൻസ് ആണോ? ഏത് രാജ്യത്തിനകത്താണ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത്? മക്കളെ ഒരു സംശയം വേണ്ട, ആ രാജ്യം എന്ന് പറഞ്ഞാൽ ആരാണ്? ഇംഗ്ലണ്ടാണ് കേട്ടോ. ഇംഗ്ലണ്ടിലാണ് വ്യാവസായിക വിപ്ലവം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അത് മനുഷ്യന്റെ ജീവിതത്തിനകത്തേക്ക് ആദ്യമായി കുറെ ടെക്നോളജികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഈ വ്യാവസായിക വിപ്ലവത്തിലൂടെയാണ് കേട്ടോ. 18th സെഞ്ചുറി, 18ാം നൂറ്റാണ്ടിനകത്താണ് ഉണ്ടാകുന്നത്. മക്കൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്തത്, ഈ പറഞ്ഞ US-നകത്തൊക്കെ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സോഷ്യൽ റിഫോം മൂവ്മെന്റ് അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഹു വാസ് ദ സോഷ്യൽ റിഫോമർ ഫൗണ്ടഡ് ദ സാധുജന പരിപാലന സംഘം? ശ്രദ്ധിക്കണേ, എന്താ നമ്മളോട് ചോദിച്ചത്? സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ കേട്ടോ. ഈ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണല്ലോ സാധുജന പരിപാലന സംഘം. ആ സാധുജന പരിപാലന സംഘത്തിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള അതിന്റെ ലീഡർ ആരായിരുന്നു? ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ലീഡർ ആരായിരുന്നു സാധുജന പരിപാലന സംഘത്തിലെ ലീഡർ? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു ഉണ്ട്, അയ്യങ്കാളി ഉണ്ട്, ചട്ടമ്പി സ്വാമികളുണ്ട്, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി ഉണ്ട്. മക്കളെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അറിയാം, അത് വേറെ ആരുമല്ല, ആരാണ്? അയ്യങ്കാളി തന്നെയാണ് അല്ലേ? അയ്യങ്കാളിയാണ് ഇതുപോലെ തന്നെ സാധുജന പരിപാലന സംഘത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥാപകൻ കേട്ടോ. അയ്യങ്കാളിയാണ്. ഓക്കെ, റെഡി. ഇനി മക്കൾ ശ്രദ്ധിക്കുക, നമ്മുടെ കേരളത്തിനകത്തുള്ള പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമേഴ്സും അവരുടെ പ്രധാനപ്പെട്ട സംഘടനകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളാം. സോഷ്യൽ റിഫോമേഴ്സിനെ കുറിയാണെങ്കിൽ വൈകുണ്ഠസ്വാമി ഉണ്ട്, ചട്ടമ്പി സ്വാമി ഉണ്ട്, ശ്രീനാരായണ ഗുരു ഉണ്ട്, കുര്യാക്കോസ് ഏലിയ ചാവറയുണ്ട്, അയ്യങ്കാളി ഉണ്ട്, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി ഉണ്ട്, വാഗ്ബടാനന്ദൻ ഉണ്ട്, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പനുണ്ട്, മണ്ണത്ത് പത്മനാഭുണ്ട്, VT ഭട്ടതിരിപ്പാടുണ്ട്, കുമാര ഗുരുദേവനുണ്ട്. ഇവരൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളാം. ഓക്കെ, സെറ്റ്. അങ്ങനെയാണെങ്കിൽ ദേ പിടിച്ചോളി. അടുത്ത് നോക്കണം കേട്ടോ. അടുത്തത്, ഹു ഇസ് ദ ഫൈൻഡർ ഓഫ് റിനൈൻസൻസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ നവോത്ഥാനത്തിന്റെ അല്ലെങ്കിൽ റിനൈൻസൻസിന്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ എ ഗാന്ധിജിയാണോ, ദാദാഭായ് നവറോജിയാണോ, രാജാറാം മോഹൻ റോയ് ആണോ, പണ്ഡിത രമാബായി ആണോ? മക്കളെ എല്ലാവർക്കും അറിയുന്നതാണ് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആരാണ്? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. ഇതാണ് രാജാറാം മോഹൻ റോയ്. എല്ലാവരും നോക്കിയോളൂ. അദ്ദേഹത്തിന്റെ സംഘടനയുടെ പേര് ആലോചിച്ച് വെച്ചോളൂ. അദ്ദേഹത്തിന്റെ സംഘടനയുടെ പേരാണ് ബ്രഹ്മസമാജം കേട്ടോ. എന്താ സംഘടനയുടെ പേരെന്താണ്? ബ്രഹ്മസമാജം കേട്ടോ. ബ്രഹ്മസമാജം കേട്ടോ. ബ്രഹ്മസമാജം എന്നാണ് സംഘടനയുടെ പേര്. ബ്രഹ്മസമാജം കേട്ടോ. ആലോചിച്ചോളാം. ഇനി അദ്ദേഹത്തിന് 2 പുസ്തകങ്ങൾ എന്തുണ്ട്? 2 പത്രങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതാണ് സംവാദ് കൗമുദിയും മിറാത്തുൽ അക്ബർ കേട്ടോ. എന്താണ് പത്രത്തിന്റെ പേര് എന്താണ്? സംവാദ് കൗമുദി, അതുപോലെ മിറാത്തുൽ അക്ബർ കേട്ടോ. രണ്ടെണ്ണം ഉണ്ടേ. ഓക്കെ, റെഡി, സെറ്റ്. അങ്ങനെയാണെങ്കിൽ ദേ പിടിച്ചോളി. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്ത് പറയുന്നത് കേട്ടോ. അടുത്തത് പിടിച്ചോളി. നെക്സ്റ്റ് വൺ, റബ്ബർ കൃഷിക്ക് വിച്ച് സോയിൽ ഈസ് സ്യൂട്ടബിൾ ഫോർ റബ്ബർ കൾട്ടിവേഷൻ? റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ കറുത്ത മണ്ണാണോ? ലാറ്ററൈറ്റ് അലൂവിയൽ സോയിൽ അല്ലെങ്കിൽ എക്കൽ മണ്ണാണോ? ലാറ്ററൈറ്റ് സോയിൽ അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണാണോ? അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിൽ അല്ലെങ്കിൽ വനമണ്ണാണോ? മക്കളെ ആലോചിച്ചു വെച്ചാൽ ഈ പറയുന്ന റബ്ബറാണ്. റബ്ബർ കൃഷിക്ക് മക്കളെ ഒരു സംശയം വേണ്ട, ആ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ലാറ്ററൈറ്റ് സോയിലാണ്. ഈ പറഞ്ഞ ലാറ്ററൈറ്റ് മണ്ണാട്ടോ. എന്താണ് ഈ ലാറ്ററൈറ്റ് മണ്ണ്? എങ്ങനെയുള്ളതാണ് മക്കളെ? നമ്മുടെ നാട്ടിലൊക്കെ ഈ ചരൽക്കല്ലുകളൊക്കെ ഉള്ളതല്ലേ? കല്ലൊക്കെ കൂടിയിട്ടില്ലേ? മണ്ണിന്റെ കൂടെ കല്ലുകളൊക്കെ അടങ്ങിയിട്ട്, ചരൽക്കല്ലുകൾ അങ്ങനെയൊക്കെ അടങ്ങിയിട്ടുള്ള, നമ്മൾ സാധാരണ നല്ല ഉറപ്പുള്ള കല്ലുകളില്ലേ, നമ്മൾ ചെങ്കല്ല് എന്നൊക്കെ പറയാറുണ്ട്, അങ്ങനെയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളില്ലേ, അതൊക്കെ അവിടെയൊക്കെ ഉള്ള മണ്ണാണ് ശരിക്കും ഇത് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ്. അപ്പൊ ഒറ്റ കാര്യം ഓർത്താൽ മതി, ഈ റബ്ബർ ഭയങ്കര നാറ്റമാണ് എന്ന് ഓർത്താൽ മതി. റബ്ബർ ഭയങ്കര നാറ്റമാണ് എന്ന് ഓർത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടും ലാറ്ററൈറ്റ് സോയിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ലാറ്ററൈറ്റ് മണ്ണ്, ലാറ്ററൈറ്റ്. അപ്പൊ റബ്ബർ ഭയങ്കര സ്മെല്ലാണ് എന്ന് ഓർത്താൽ മതി. സ്മെല്ല് ഭയങ്കര നാറ്റാണ്. നാറ്റം എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കറക്റ്റായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്ത് പറ്റും കേട്ടോ. അങ്ങനെയൊക്കെ എന്തെങ്കിലും കോഡോ കാര്യങ്ങളൊക്കെ വെച്ച് എന്ത് ചെയ്യാം? അങ്ങനെയൊക്കെ പഠിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? ഈ റബ്ബർ കൃഷിക്ക് വേണ്ട മണ്ണിനെ കുറിച്ച് എന്ത് ചെയ്യാം? ജസ്റ്റ് നിങ്ങളെ ഐഡിയ കിട്ടും. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ നോക്കിയോളൂ. നെക്സ്റ്റ് ഒരു ജോഗ്രഫി പാർട്ട് എന്നാണ്. സോ വിച്ച് ജോഗ്രഫിക്കൽ ഡിവിഷൻ ഈസ് നോൺ ആസ് ഗ്രാനറി ഓഫ് ഇന്ത്യ? മക്കളെ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് അറിയപ്പെടുന്ന ഒരു വിഭാഗം ഏതാണ്? ഓപ്ഷൻ എ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ആണോ, അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയാണോ? ഓപ്ഷൻ ബി നോർത്തേൺ ഗേറ്റ് പ്ലെയിൻ അല്ലെങ്കിൽ ഉത്തര മഹാസമതലാണോ? പെനിൻസുലാർ പ്ലാറ്റു അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയാണോ? കോസ്റ്റൽ പ്ലെയിൻസ് അല്ലെങ്കിൽ തീരസമതലാണോ? മക്കളെ ഒരു സംശയം വേണ്ട, ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ടാമത്തതാണ്. ദ നോർത്തേൺ ഗേറ്റ് പ്ലെയിൻ അല്ലെങ്കിൽ ഉത്തര മഹാസമതലാണ് കേട്ടോ. ഇത് എവിടെയാണ് കാണുന്നത് വെച്ചാൽ ഇന്ത്യയിലെ ഈ ഭാഗത്ത്. ഇവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്തുള്ളത്? ഇതുപോലെ തന്നെ കൃഷി നടക്കുന്നത്. അപ്പൊ ഈ ഭാഗത്താണ് എന്ത് കാണുന്നത്? ഇത് കാണുന്നത്, ഏറ്റവും കൂടുതൽ കൃഷി കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് നമ്മൾ ഈ പ്രദേശത്തിനെ വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ഈ സമതല പ്രദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലം കേട്ടോ. അതായത് നിരന്ന് കിടക്കുന്ന പ്ലെയിൻ റീജിയൻ കേട്ടോ. അതാണ് പ്ലെയിൻ റീജിയൻ അല്ലെങ്കിൽ സമതലം, ഇങ്ങനെ നിരന്ന് കിടക്കുന്ന സ്ഥലം കേട്ടോ. അപ്പൊ അവിടെയാണ് ഈ കൂടുതൽ കൃഷികളൊക്കെ ഇന്ത്യക്കകത്ത് നടക്കുന്നത്. ഓക്കെ, റെഡി. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നോക്കി, ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ,
The struggle in Kerala demanded that the wear upper jacket for lower caste women. താഴ്ന്ന ജാതിക്കാരുള്ള സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ആവശ്യവുമായി കേരളത്തിൽ നടന്ന ഒരു സമരമുണ്ട്. ആ സമരം ഏതാണ്? തോൽ വിറക് സമരമാണോ, മേച്ചിൽപ്പുലി സമരമാണോ, കല്ലുമാല സമരമാണോ, അല്ലെങ്കിൽ ചാന്നാർ ലഹളയാണോ? മക്കളെ ഒരു സംശയം വേണ്ട, അത് കല്ലുമാല സമരം തന്നെയാണ് അല്ലേ? കല്ലുമാലയല്ല, സോറി, കല്ലുമാല അല്ലല്ലോ വരുന്നത്, അത് ചാന്നാർ ലഹളയാണ് കേട്ടോ. ചാന്നാർ സ്ത്രീകൾ നടത്തിയ സമരം. ഓക്കെ, ചാന്നാർ ലഹള ഇതാണ് കേട്ടോ. ചാന്നാർ സ്ത്രീകൾ സൗത്ത് ട്രാവൻകൂറിൽ നടത്തിയിട്ടുള്ള സമരം കേട്ടോ. ഇതാണ് ചാന്നാർ ലഹളയാണ് കേട്ടോ ഈ പറഞ്ഞ ചാന്നാർ ലഹള. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ ദേ പിടിച്ചോളി. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നോക്കിക്കോളി. ഹു ഇസ് ലെഡ് ദ കല്ലുമാല പ്രൈസിങ്? കല്ലുമാല സമരം ഇതുപോലെ തന്നെ നയിച്ചത് ആരാണ്? കല്ലുമാല സമരം നയിച്ചത് ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു ആണോ, വാഗ്ഭടാനന്ദനാണോ, അയ്യങ്കാളിയാണോ, സഹോദരൻ അയ്യപ്പനാണോ? മക്കളെ ഒരു സംശയം വേണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആള് തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആരായിരിക്കും വരിക? അയ്യങ്കാളിയാണ് കേട്ടോ. അയ്യങ്കാളിയാണേ. ഇദ്ദേഹമാണ് അയ്യങ്കാളി കേട്ടോ. അയ്യങ്കാളി ആ കല്ലുമാല സമരം നയിച്ച ആളാണ് ആര്? അയ്യങ്കാളിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ചോദ്യം ഇതാണ്. ഓക്കെ, വിച്ച് ഈസ് ദ ഫോളോയിങ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി? മക്കളെ തന്നിട്ടുള്ളവയിൽ ഈ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് കണ്ടെത്താനാണ് ചോദിച്ചത്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്, അതായത് പാരമ്പര്യേതരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഉപയോഗിക്കാതെ, അതായത് പുതിയ കാലഘട്ടത്തിനകത്തുള്ളത്, പണ്ട് മുതലേ ഉപയോഗിക്കുന്ന സ്രോതസ്സല്ല, പുതിയ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന സോഴ്സ് ഓഫ് എനർജി, പുതിയ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സാണ് ചോദിച്ചത്. അപ്പോൾ അത് കൽക്കരിയാണോ, പെട്രോളിയാണോ, സൗരോർജ്ജമാണോ, ഡീസലാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ പറയുന്ന ഈ അടുത്ത കാലത്തൊക്കെ, അതായത് ഭാവിയിൽ നമ്മൾ ഇതൊക്കെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുതിയ കാലഘട്ടത്തിനകത്ത് ഇതാണ് ഊർജ്ജമെന്ന് കരുതുന്നതാണ് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഈ പറയുന്ന കൽക്കരി പണ്ട് മുതലേ ഉപയോഗിക്കുന്നുണ്ട്, പെട്രോളിയം നമ്മൾ പണ്ട് മുതലേ ഉപയോഗിക്കുന്നുണ്ട്, ഈ സൗരോർജ്ജം അങ്ങനെ ഉണ്ടോ? സംശയമാണ്. ഡീസൽ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ കാലഘട്ടത്തിലെ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി അല്ലെങ്കിൽ ഈ പറയുന്ന പാരമ്പര്യ ഊർജ്ജ സോഴ്സ് എന്ന് പറഞ്ഞാൽ ആരണ്യാണ്? സൗരോർജ്ജമാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, പ്രധാനമായിട്ട് ഈ പറഞ്ഞ സോളാർ പാനലുകളൊക്കെ നിങ്ങൾക്കറിയാം, വീട്ടിലകത്തൊക്കെ വെക്കുന്നത്, അതൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ചോദ്യം തരാം. ഇതിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. കമന്റ് ബോക്സിൽ ഇതിന് കൃത്യമായിട്ട് ഉത്തരം ആരാണ് ഫസ്റ്റ് അയക്കുന്നത് നോക്കട്ടെ. പെട്ടെന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ ഇതിന്റെ ഉത്തരം അറിയുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യാം? ചോദ്യം ഇതാണ്. വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഫണ്ടമെന്റൽ റൈറ്റ്സ്? മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അതായത് ഈ കൊടുത്തതിൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് മൗലിക അവകാശം ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടാത്തത്? റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വത്തിനുള്ള അവകാശമാണോ? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണോ? റൈറ്റ് ടു പ്രോപ്പർട്ടി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമാണോ? അല്ലെങ്കിൽ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണത്തിന് എതിരെയുള്ള അവകാശമാണോ? ഈ നാലെണ്ണത്തിൽ ഏതാണ് നമ്മുടെ മൗലിക അവകാശം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടാത്തത് ഏതാണെന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക? കമന്റ് അയക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് മക്കളോട് പറയാനുള്ളത്, ഈ ചോദ്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചു പോവുക. അപ്പോൾ യൂസസ് എന്താക്കുക? അടിപൊളിയാക്കുക, ഉഷാറാക്കി മാറ്റുക കേട്ടോ. അപ്പോൾ എനിക്ക് മക്കളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എഴുതുന്ന ആദ്യത്തെ എക്സാം ആണ്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഈ എക്സാമുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ ഇനി വരുന്ന എക്സാമുകളൊക്കെയുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതിനകത്ത് അറിയിക്കും. അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ ആ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻ്റ് ആയിട്ട് ചെയ്യുക. സോ എല്ലാ ആൾക്കാർക്കും ഓൾ ദി ബെസ്റ്റ് മക്കളെ. ബൈ.